നമസ്കാരം. ഇപ്പോൾ പറയാൻ പോകുന്നത് തിങ്കളാഴ്ച വ്രതത്തെ കുറിച്ചാണ് കേട്ടോ. ശിവപാർവതിമാരുടെ അനുഗ്രഹത്തിനായിട്ടാണ് തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത്. അപ്പോൾ കല്യാണം കഴിയാത്ത പെൺകുട്ടികളാണെങ്കിൽ നല്ല വരനെ ലഭിക്കാൻ വേണ്ടിയിട്ട്, വിവാഹം കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ അവരുടെ ദാമ്പത്യ സൗഖ്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് തിങ്കളാഴ്ച വ്രതം നോൽക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നോൽക്കേണ്ടതെന്ന് പറയാം കേട്ടോ. സാധാരണ 30 തിങ്കളാഴ്ചയാണ് വ്രതം എടുക്കേണ്ടത്, അല്ലാതെ എല്ലാ തിങ്കളാഴ്ചയും കൂടെ എടുക്കാറില്ല. അതങ്ങനെ ഒരു 12 തിങ്കളാഴ്ച എടുക്കണം എന്നാണ് പറയാം. ഇപ്പം എല്ലാ മാസത്തിലെയും ആദ്യത്തെ തിങ്കളാഴ്ച, ഇപ്പം ആദ്യമൊക്കെ ആയിട്ട് തുടങ്ങുന്നവർക്ക് തുലാമാസത്തിലെ തിങ്കളാഴ്ച തുടങ്ങുന്നത് നല്ലതാണെന്ന് പറയാറുണ്ട് കേട്ടോ. അങ്ങനെയാണ് തുടങ്ങാറ്. ഇപ്പോൾ തുലാമാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് എടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ വൈകിക്കാനൊന്നും നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് എടുത്ത് തുടങ്ങുക. അങ്ങനെ 12 തിങ്കളാഴ്ചകളാണ് ഈ തിങ്കളാഴ്ച വ്രതം നോൽക്കാനായിട്ട് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് രാവിലെ തന്നെ എണീറ്റ് കുളിച്ചിട്ട്, പിന്നെ ഭക്ഷണമൊന്നും കഴിക്കരുത്, വെള്ളമൊന്നും കുടിക്കരുത്. ശിവക്ഷേത്രത്തിൽ പോകുക, തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോകുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. അവിടെ എത്രത്തോളം സമയം ഇരിക്കാനായിട്ട് സാധിക്കുമോ അത്രത്തോളം സമയം ഇരിക്കുക. പിന്നെ വേണ്ട വഴിപാടുകളൊക്കെ ചെയ്യാം കേട്ടോ. കുളത്തിലെ മാല സമർപ്പിക്കാം, ധാര ചെയ്യാം, സ്വയംവര പുഷ്പാഞ്ജലി, അങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യാം. പിന്നെ തിരിച്ചു വന്നിട്ട് പിന്നെയും വൈകിട്ട് കുളിച്ചതിന് ശേഷം ക്ഷേത്രത്തിലേക്ക് പോകണം. കാരണം ഭഗവാന് നേദിച്ച ആ നേദ്യം വേണം വൈകിട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ കൊണ്ടുപോകേണ്ടത്, നേദിക്കാനായിട്ട് കൊണ്ടുപോകേണ്ടത് ഒന്ന് ഇളനീര്, പിന്നെ നേന്ത്രപ്പഴം, പിന്നെ വെറ്റില അടയ്ക്കാം. പിന്നെ ഏതെങ്കിലും പഴങ്ങളൊക്കെ നേദിക്കാനായിട്ട് എടുക്കുകയും കൊണ്ടുപോകാം കേട്ടോ. പക്ഷേ ഈ മൂന്നും നിർബന്ധമാണ്. നേദിക്കാനൊക്കെ ആയിട്ട് കൊടുക്കുക. സാധാരണ ദീപാരാധനയ്ക്ക് ശേഷമാണ് നേദിച്ചിട്ട് തരിക. അപ്പോൾ അതുവരെ നമ്മൾ അവിടെ ഇരിക്കണം, തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിരിക്കണം. ദീപാരാധനയൊക്കെ നന്നായിട്ട് കണ്ടു തൊഴുക. എന്നിട്ട് ഇതൊക്കെ നേദിച്ചിട്ട് വാങ്ങിക്കാം. അപ്പോൾ അവർക്ക് അറിയാം 30 തിങ്കളാഴ്ചയാണ് ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കളൊക്കെ ആയിട്ട് കൊണ്ടുപോകുക നേദിക്കാനായിട്ട്. അത് നേദിച്ച് വാങ്ങിക്കുക. ഈ രാത്രിയിലെ അത്താഴ പൂജയുടെ ചോറ് കിട്ടുമെങ്കിൽ അതും കൂടെ വാങ്ങിക്കണം, നല്ലതാണ് കേട്ടോ. എന്നിട്ട് വീട്ടിലേക്ക് വന്നിട്ട് ഇത് കഴിക്കണം. അപ്പോൾ ആദ്യം ഈ പാരണ വീടുന്നത് പോലെ ഇളനീര് കഴിച്ചിട്ടാണ് ആദ്യം ആ ഒരു വ്രതം അവസാനിപ്പിക്കേണ്ടത്. പിന്നെ നേന്ത്രപ്പഴം എന്താണെന്ന് വെച്ചാൽ കഴിക്കുക. ഊണ് കഴിക്കേണ്ടത് നിർബന്ധമാണ്. അതാണ് അത്താഴ പൂജയുടെ ചോറ് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണെന്ന് പറയാറുള്ളത് കേട്ടോ. അങ്ങനെ ഊണ് കഴിച്ചിട്ട് വേണം വ്രതം അവസാനിപ്പിക്കാനായിട്ട്. ഇങ്ങനെ 12 തിങ്കളാഴ്ചകളാണ് നോൽക്കുക. അങ്ങനെ നോറ്റ് കഴിഞ്ഞിട്ട് 13ാമത്തെ ഒരു തിങ്കളാഴ്ച വരും. ഇപ്പോൾ തുലാമാസത്തിലാണ് നമ്മൾ തുടങ്ങിയെന്ന് വെച്ചാൽ അടുത്ത വർഷത്തെ തുലാമാസത്തിലെ 13ാമത്തെ ഒരു തിങ്കളാഴ്ച വരും. അതും കൂടി നോറ്റിട്ട് 12 ബ്രാഹ്മണർക്ക് കാല് കഴുകിച്ച് ഊട്ട് നടത്തണം എന്നാണ് പറയാറുള്ളത്. അങ്ങനെയാണ് തിങ്കളാഴ്ച വ്രതം നോൽക്കേണ്ടത്. ഇത് വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ ഒരിക്കലൂണോട് കൂടിയിട്ടാണ് വ്രതം നോൽക്കുക കേട്ടോ. ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ തിങ്കളാഴ്ച സാധാരണ സ്ത്രീകൾക്ക് കിട്ടിയെന്ന് വരില്ല, തരപ്പെട്ടു എന്ന് വരില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 30 തിങ്കളാഴ്ച കിട്ടിയില്ലെങ്കിൽ അവസാനത്തെ തിങ്കളാഴ്ച നോൽക്കണമെന്ന് പറയാറുണ്ട്. ഇനിയിപ്പോൾ ഏതാണോ ആ ഒരു മാസത്തിലെ തിങ്കളാഴ്ച നമുക്ക് കിട്ടുക അത് നോൽക്കാം. അങ്ങനെയാണ് നോൽക്കേണ്ടത് കേട്ടോ. പിന്നെ ചെറിയ പ്രായം കുറഞ്ഞ കുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഭക്ഷണം കഴിക്കാതെ ഒന്നും ഇരിക്കാൻ സാധിച്ചു എന്ന് വരില്ല. അങ്ങനെയുള്ളവർക്ക് പാലോ പഴമോ ഒക്കെ കഴിക്കാവുന്നതാണ്.